വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകാൻ പോയെന്ന്. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടിൻറ്റഡ് അല്ലാത്ത ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ടാണ്, നമ്മൾ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ക്രീമോ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇതിപ്പം സ്വിസ് ബ്യൂട്ടീൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതിപ്പം ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ഒന്ന് ബ്ലാക്ക് എടുക്കുന്ന ടൈം നമുക്ക് കുറച്ചും കൂടി അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫില്ല് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഇങ്ങനെ ലൈറ്റിൽ കൊടുത്തിട്ട് പിന്നെ അതിലുള്ള ആ ഒരു ബ്രഷ് വെച്ചിട്ട് മൊത്തമായിട്ട് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഐബ്രോസ് അങ്ങനെ ഷേപ്പാക്കിയിട്ടോ ഒന്നുമില്ല, സാധാരണ രീതിയിലാണ് ഉള്ളത്. പക്ഷെ ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു നമ്മൾ എന്താ പറയുക, ഐബ്രോസ് കുറച്ചും കൂടി കട്ടി ഉണ്ടാകുമ്പം കുറച്ചും കൂടി ഒരു ഭംഗി പോലെ തോന്നും. അപ്പോൾ അത് കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാം. കട്ടിയായിട്ട് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കത് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുകയും ചെയ്യും, നമ്മൾ ഫേക്കായിട്ട് ചെയ്ത പോലെ തന്നെ തോന്നും. ഇതിപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് അത്ര ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള CC ക്രീമോ അങ്ങനെയുള്ളതൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് NYBൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പം അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ മുകളിലും താഴിലും ഇടാമെന്ന് വിചാരിച്ചു. അതായത് മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഇതിനെ കൊണ്ട് തന്നെ ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ താഴെയും അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പം കുറച്ചിങ്ങനെ വാല് പോലെ നീട്ടണമെങ്കിൽ നീട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ അത്രയധികം നീട്ടിക്കൊടുക്കുന്നില്ല, നമുക്കങ്ങനെയെല്ലാം വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ ഒരു കണ്ണ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇപ്പുറത്തെ ഇതും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് കൂടി ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. നമുക്കത് എത്രത്തോളം കട്ടി വേണോ അത്രത്തോളം ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനെക്കൊണ്ട് നമുക്ക് സ്മോക്കി ഐസ് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ സ്മോക്കി ഐസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ മുകളിലും താഴിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഔട്ടർ കോർണറിൽ ഞാൻ അധികം അങ്ങ് വലിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ ഇന്നർ കോർണറിൽ ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ വലിച്ചിട്ടാണ് ഇടുന്നത്. എനിക്കിതിങ്ങനെ ഫോൺ നോക്കി ചെയ്യുമ്പോൾ അതത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 കണ്ണും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്. അതും ചെറുതായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഒറ്റ കോട്ട് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ലേ, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്തിനോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഇതിൽ നോ മേക്കപ്പ് ലുക്കാണിത്. കാരണം നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, CC ക്രീം യൂസ് ചെയ്യുന്നില്ല, ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ ക്രീം മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 കണ്ണിലും ഞാൻ മസ്കാര ഇട്ട് കൊടുത്തു. അതിനുശേഷം മാർസിൻ്റെ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കുള്ള സ്കിൻ ടോണായിട്ട് നന്നായിട്ട് ചേരുന്ന ബ്ലഷാണ്. ജസ്റ്റ് നമ്മൾ സൈഡിലേക്ക് മാത്രമാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ചീക്കിൻ്റെ ആ ഒരു മൊത്ത ഭാഗവും ചെയ്യും, പക്ഷെ അത് നന്നായിട്ടൊരു പിങ്കിഷ് ലുക്ക് കിട്ടും നമുക്ക്. ഇതിപ്പോൾ ഞാൻ സൈഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ചീക്കിൻ്റെ ഭാഗവും നോസിൻ്റെ ടിപ്പിലും അതുപോലെ തന്നെ നമ്മളെ ചിന്നിൻ്റെ ടിപ്പിലുമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് വേറെ സംഭവം നമ്മളിനി അപ്ലൈ ചെയ്യുന്നില്ല. ഇത്രയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അവിടെ ഒരു നമ്മളെ മിറർ ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഇനിയിപ്പം ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളതാണ്. ഇതിപ്പം മേബെല്ലിൻ്റെ മോർ ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അടിപൊളി ലിപ്സ്റ്റിക്ക് കേട്ടോ.
നല്ല നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ചൊരു ഡാർക്കായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് എത്രത്തോളം ഡാർക്ക് വേണോ അതിന് കട്ടി കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് ലൈറ്റായിട്ടേ വേണ്ടൂ, ഞാൻ ലൈറ്റായിട്ടേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ എന്താ പറയുക, ലിപ്പ് ലൈനറൊന്നും വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി ഐബ്രോസ് വരഞ്ഞു കൊടുത്തു, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഫൈനൽ ലുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, നല്ല രസമായിട്ടില്ലേ? സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ലുക്കാണിത്.